എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സ്റ്റാർ ഫ്രൂട്ടാണ്. ഇത് കാച്ചിട്ടുണ്ട്. 2-3 കാച്ചിട്ടുള്ളൂ. ഒരെണ്ണം കഴിച്ചു നോക്കി. സ്വീറ്റാണ്, പുളിയൊന്നുമില്ല. പച്ചയുണ്ട്, പഴുത്തതും ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം പൊട്ടിച്ച് കഴിച്ചു നോക്കിയപ്പോൾ നല്ലതാണ്. അപ്പോൾ ചെമ്മീൻ കറി, നല്ലൊരു ചെമ്മീൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ട ചെമ്മീൻ കഴുകി വൃത്തിയാക്കി മഞ്ഞളും ഉപ്പും തിരുമ്മി റെസ്റ്റ് ചെയ്യാൻ വെച്ചു. സവാള ഒരു 2-3 ചുമന്നുള്ളി ഒരു പിടി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, തക്കാളി. പിന്നെ അരയ്ക്കാൻ വേണ്ട ഒരു തേങ്ങ മുഴുവനായിട്ട് വേണം തേങ്ങ അരയ്ക്കാനായിട്ട്. പിന്നെ കുടംപുളി ഒരു മീൻ ചട്ടിയിൽ വേവിക്കാൻ വയ്ക്കണം. കുടംപുളിക്ക് പകരം വാളംപുളിയാണെങ്കിലും ഉപയോഗിക്കാം. പച്ചമുളക് തേങ്ങയുടെ കൂടെ അരയ്ക്കുകയാണ് ചെയ്തത്. നന്നായിട്ട് അരച്ചെടുത്തു. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ആദ്യം ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ടു. അതിൻ്റെ ചെറുതായിട്ട് പച്ചമണം മാറി വരുമ്പോൾ ഇഞ്ചി ചേർക്കാം. നേരത്തെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളൊരു കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കറിയാണ്. ചെമ്മീൻ തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ചെമ്മീൻ കറി കുറഞ്ഞു പോകില്ല. തേങ്ങ അരത്താകുമ്പോൾ കുറച്ച് കറിയാണെങ്കിലും മതി, അത് ചോറിനാൻ നല്ല രസമാണ്. കറിവേപ്പില ഇട്ടു, അതിൻ്റെ കൂടെ സവാള ഇട്ടു. സവാള ഇട്ട് ഇളക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ടാൽ അത് മുരിഞ്ഞു വരാൻ എളുപ്പമായിരിക്കും. തീ കൂട്ടി വെച്ച് നല്ലോണം ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി നന്നായിട്ട് വേവണം. തക്കാളി നന്നായി വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും തേമി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ചേർക്കാം. സവാളയും നന്നായിട്ട് മൂത്തു, അതുപോലെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചട്ടിക്കകത്ത് കുടംപുളി എടുത്ത് മാറ്റിയതിന് ശേഷം അതിലേക്ക് ചെമ്മീനും മസാലയും കൂടെ കൂടിയിട്ടുള്ളത് ഇട്ട് കൊടുത്ത്
ചെമ്മീൻ ചട്ടിയിലേക്ക് മാറ്റാം. കുറച്ച് വെള്ളമൊഴിച്ച് അതൊന്ന് വേവാൻ വെക്കണം. കുറച്ച് ഉപ്പ് നമ്മൾ ഉപ്പ് നോക്കണം, അത് ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് ഒരു തേങ്ങ മുഴുവനായിട്ടുണ്ട്, അതിൽ പച്ചമുളകും കൂടി അരച്ചതാണ്. അത് ചേർത്ത് ഇളക്കി ഒരു 5 മിനിറ്റ് ഉപ്പിടയ്ക്ക് നോക്കണം. അത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതിന് ഉപ്പ് പാകത്തിന് വേണം. കുറഞ്ഞു പോകാൻ പാടില്ല, കുറഞ്ഞു പോയാൽ ടേസ്റ്റ് കുറയും. ഇനി ഒരു 5 മിനിറ്റ് നേരം തിള വന്നതിന് ശേഷം തീ കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇനി തീ ഓഫ് ചെയ്യാം.